ഞാൻ ശശിധരൻ VT. ദൈവത്തെ അന്വേഷിച്ച് നിങ്ങളെങ്ങും പോകണ്ട. ദൈവം നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷേ അതിനെ ഉണർത്തിയെടുക്കണം. സൽപ്രവൃത്തി, സൽചിന്ത, സൽജീവിതം, ഇതുകൊണ്ട് ദൈവത്തെ നിങ്ങൾ ഉണർത്തിയെടുക്കണം. ദൈവത്തെ തേടി അമ്പലത്തിലും പള്ളിയിലും മറ്റ് ക്ഷേത്രങ്ങളിലും പോകണ്ട. പിന്നെ എന്തിനാ അവിടെ പോകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അപ്പം അവിടെ ചെന്നിരിക്കുമ്പം ഒരു ഭക്തിയുടെ പരിവേഷം എല്ലാവരിലും ഉണ്ട്. അതുപോലെ കൂട്ടായ പ്രാർത്ഥനയും ഒക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ആയലിന് ചുറ്റും 3 പ്രാവശ്യം നടന്നാൽ ശുദ്ധവായു ലഭിക്കും. പ്യൂർ ഓക്സിജനാണ് അത് പുറത്തേക്ക് വിടുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ കൊണ്ട് അമ്പലത്തിൽ പോകുന്നു. പള്ളിയിൽ പോകുമ്പോൾ അതുപോലെ കൈയടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു ശക്തി കിട്ടും. അതുപോലെ മസ്ജിദിൽ പോയാലും പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നിന്ന് ഒരല്പം ചരിഞ്ഞ്, അതിനേതാണ്ട് എത്ര ഡിഗ്രിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കൂടുതൽ കിട്ടും. 5 പ്രാവശ്യം നിസ്കരിക്കുന്ന ഒരു വ്യക്തി പരിശുദ്ധനാണ്. അവനിൽ അക്രമവാസന ഉണ്ടാകില്ല, ദുർസ്വഭാവം ഉണ്ടാകില്ല, തീവ്രവാദം ഉണ്ടാകില്ല. 5 പ്രാവശ്യം നിസ്കരിക്കുന്നവരെ ഞാൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ എന്നോട് നല്ല രീതിയിലാണ് ഇടപെടുന്നത്. ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഉള്ളിൽ ദൈവം ഇരിപ്പുണ്ട്. ആ ദൈവത്തെ നിങ്ങൾ ഉണർത്തിയെടുക്കണം. അല്ലാതെ പലപ്പോഴും നിങ്ങൾ ഉണർത്തുന്നത് ദൈവത്തെയാണോ എന്ന് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറയണം, കുറ്റങ്ങൾ ഏറ്റുപറയണം. തെറ്റുകുറ്റമൊക്കെ മനുഷ്യർ ഉണ്ടാകും. കാരണം ഒരു ഇരുണ്ട യുഗം ഉണ്ടായിരുന്നു. പൂർവികർ തോന്നിയ പോലെ ജീവിച്ചു. പറഞ്ഞു കൊടുക്കാൻ ആളില്ലായിരുന്നു, ഗുരുക്കളില്ലായിരുന്നു. എന്നാൽ ഇന്ന് അതല്ല. നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഇഷ്ടം പോലെ പുസ്തകങ്ങളുണ്ട്. നിങ്ങളുടെ മൊബൈലിൽ നോക്കിയാൽ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ കിട്ടും. അപ്പം ഇന്ന് രക്ഷപ്പെടാനും ഉയരാനും ധാരാളം മാർഗങ്ങൾ നിങ്ങൾക്കുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, അതിരാവിലെ ഉണരണം. പരിശ്രമം പോരാ, കഠിന പരിശ്രമം ചെയ്യണം. ശരീരശുദ്ധി വരുത്തി നിങ്ങളുടെ ഈശ്വരനെ പ്രാർത്ഥിക്കണം. എന്നിട്ട് ഒരു കടുങ്കാപ്പി ഇടാൻ പ്രായമായ കുട്ടിയാണെങ്കിൽ സ്വന്തമായിട്ടൊരു കടുങ്കാപ്പി ഇട്ട് കുടിച്ചിട്ട് പഠിക്കാനുള്ള പുസ്തകങ്ങളെടുത്ത് പഠിക്കണം. 4 മണിക്കാണ് ഉണരേണ്ടത്. പോട്ടെ, 1 മണിക്കൂർ ഇളവ് തരാം. 5 മണിക്കേലും ഉണരാവും. എൻ്റെ അയൽവക്കത്തുള്ള കുട്ടികളൊക്കെ 7 മണിക്കും 8 മണിക്കുമാണ് ഉണരുന്നത്. അവരുടെ മാതാപിതാക്കൾ വഴക്ക് പറയാറില്ല. കുഞ്ഞല്ലേ, ഉറങ്ങിക്കോട്ടെ. നിങ്ങളവരെ നശിപ്പിക്കുക ചെയ്യുന്നത്. നിങ്ങളവരെ രാവിലെ ഉണർത്തണം. ശരീരശുദ്ധി വരുത്താൻ പറയണം. സ്വന്തമായിട്ട് കടുങ്കാപ്പി ഇടാൻ പറയണം. സ്വന്തമായിട്ട് വീട്ടിലെ പല ജോലികളും അവരെ പഠിപ്പിക്കണം. പെൺപിള്ളേർ 10-20 വയസ്സായിട്ട് ഒരു കറി വെക്കാൻ അറിയാൻ മേലാത്ത പെൺപിള്ളേർ ഇഷ്ടം പോലെ. എനിക്ക് മുട്ട പൊരിക്കാൻ അറിയാം, പപ്പടം പൊള്ളിക്കാൻ അറിയാം, വലിയ മേന്മയെ പറയുന്നതാണ്. ഇതൊന്നുമല്ല, സർവ്വ കറിയും വെക്കാൻ പഠിക്കണം. അത് മാതാവാണ് അതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനിയും വേറൊരവസരത്തിൽ തുടരാം. നന്ദി, നമസ്കാരം.